യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞവരെ, വചനദീപ്തി ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആർ പരിഹാരം ചെയ്യും? ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾക്ക് മുൻപ് ജീവിതത്തിലെ തകർച്ചകൾ നേരിട്ട് എല്ലാവിധത്തിലും അപമാനിതനായി കുടുംബത്തിന് പ്രിയപ്പെട്ടവർക്കുമൊക്കെ വേണ്ടാത്തവനായി എന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യക്തി കടന്നു വന്നു. ഈ മനുഷ്യൻ കടന്നു വന്നിട്ട് പറയുന്ന കാര്യം ഇതാണ്: എന്നെ ഇപ്പോൾ ആർക്കും വേണ്ട. ഇന്നലെ വരെ എന്നെ ബഹുമാനിച്ചിരുന്ന പലരും ഇന്നെന്നെ കാണുമ്പോൾ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. ഞാനിങ്ങനെ അപമാനിതനായി മുന്നോട്ട് പോവുകയാണ്. ജീവിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഈ മനുഷ്യൻ എന്നിട്ട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി കിടക്കുന്ന എന്തോ ഒന്നുണ്ടെന്ന് എനിക്കറിയാം. അതെന്താണെന്ന് എനിക്ക് തിരുവചനത്തിൻ്റെ ശക്തിയിലൂടെ തന്നെ തെളിഞ്ഞു കിട്ടണം. കാരണം ദൈവത്തിൻ്റെ വചനം എല്ലാവരും രക്ഷിക്കുമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ തടസ്സം എന്തായിരിക്കും? ഇയാൾ ധ്യാനത്തിൽ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് കൃത്യമായ ഒരു വചനം ഇങ്ങെടുത്തു തരികയാണ്. മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്ന എങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. ഈ മനുഷ്യനോട് ചോദിച്ചു, ആരോടാണ് വിദ്വേഷം? ആരോടാണ് വൈരാഗ്യം? ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് പിഴവ് പറ്റിയിരിക്കുന്നത്? തമ്പുരാൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു മുന്നറിയിപ്പ് തരികയാണ്. വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, വെറുപ്പ് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ആരോടാണ് വെറുപ്പ്? പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ അല്പസമയം മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ പിതാവിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. എൻ്റെ പിതാവ് ഒരിക്കൽ പോലും എന്നെ ഒരിക്കലും ഒരു നല്ല വ്യക്തിയായിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം പലപ്പോഴും എന്നെ അവഗണിക്കും, പലപ്പോഴും എന്നെ പരിഗണിക്കില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ തരം താഴ്ത്തി സംസാരിക്കും. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ആ വ്യക്തിയെ ഉൾക്കൊള്ളാൻ പറ്റില്ല. സ്വന്തം പിതാവിനെക്കുറിച്ച് ഒരു പുത്രൻ പറയുന്ന വാക്കാണ്. ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും അധികം പ്രതിബന്ധം സൃഷ്ടിച്ചിട്ടുള്ള, എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സം നിന്നിട്ടുള്ള ഒരാൾ എൻ്റെ പിതാവ് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു. നന്നായിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്ന മുന്നോട്ട്, പക്ഷെ അപ്പോഴും എന്നെക്കുറിച്ച് അപഖ്യാതി പറയുമായിരുന്നു എൻ്റെ പിതാവ്. പ്രിയപ്പെട്ടവരെ, ഇവർ തമ്മിലുള്ള വെറുപ്പും കലഹവും കൂടിക്കൊണ്ടിരുന്നു. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം തിരുവചനം, പിതാവിൻ്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. ഈ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ബഹുമാനിക്കപ്പെടുന്ന തരത്തിലൊരു ജോലി ഉണ്ടായിരുന്നു, വലിയ സന്തോഷത്തോടെ മുന്നോട്ട് പോയിരുന്നു, എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളെ ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല, നിങ്ങളെ എല്ലാവരും അവഗണിക്കുന്നു, നിങ്ങൾ പരിഹസിക്കപ്പെട്ടവനായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തിരുവചനം ശക്തമായ മുന്നറിയിപ്പ് തരുന്നു: പിതാവിൻ്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. ഈ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. എവിടെ 4 ആൾ കൂടുന്നോ, എവിടെ ബന്ധുമിത്രാദികളായിട്ട് ഒരുമിച്ച് കൂടുന്നു, അവിടെയെല്ലാം പിതാവിനെതിരെയുള്ള ശക്തമായ കാര്യങ്ങൾ ഈ മനുഷ്യൻ വിളിച്ചു പറയും. പിതാവിനെ തരം താഴ്ത്താൻ പറ്റുന്ന വാക്കുകളും പിതാവിനെതിരെ പറയാൻ പറ്റുന്ന സകല കാര്യങ്ങൾ ഈ മനുഷ്യൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. കേൾക്കുന്നവരെല്ലാം നിശബ്ദമായിട്ട് നിന്ന് കേൾക്കുകയും ചിലരൊക്കെ ചില ന്യായീകരണങ്ങൾ പറയുകയും ചെയ്യും. അവിടെ എല്ലാം ഈ മനുഷ്യൻ പിതാവിനെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കും. ഇദ്ദേഹത്തോട് പറഞ്ഞു, തിരുവചനം ശക്തമായ മുന്നറിയിപ്പ് തരുന്നു: നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ തടസ്സം നിങ്ങൾ തന്നെയാണ്. പിതാവിൻ്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനോട് നിങ്ങൾ രമ്യതപ്പെടുന്ന കാലത്ത് മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുരോഗതിയും ഒരു ബഹുമതിയും ഒരു അംഗീകാരവും ഒരു അനുഗ്രഹവും ഒരു നിലനിൽപ്പും ഉണ്ടാവുള്ളൂ. ഇത് നിങ്ങൾ കൈവശപ്പെടുത്താത്തിടത്തോളം കാലം ഈ ലോകത്തിൽ നിങ്ങൾ എന്തു ചെയ്താലും പരാജയം, എവിടെ പോയാലും പരാജയം, എങ്ങനെയൊക്കെ നിങ്ങൾ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും അവിടെയൊന്നും നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടില്ല. അപ്പോൾ ഇയാൾ ശക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഉള്ള കാര്യമല്ലേ പറയുന്നേ, ഇല്ലാത്തതൊന്നും അല്ലല്ലോ. ഇയാളോട് പറഞ്ഞു, നിങ്ങളുള്ളതെന്ന് പറയുന്നത് പിതാവിനെ അവമാനിക്കുന്നതാണ്. നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കൊരാശ്വാസം, കേട്ടു നിൽക്കുന്നവർക്കൊരത്ഭുതം, അവരുടെയൊക്കെ കേൾവിക്കാരുടെയൊക്കെ മുന്നിൽ നിങ്ങൾ വിജയം വരിച്ചവനെ പോലെ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് തന്നെ നിങ്ങൾ അപമാനിതനാവാനുള്ള പുതിയ വഴി തുറന്നിട്ടുണ്ട് പോരുകയാണെന്ന്.
പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു, സഹോദര, താങ്കൾ നിശബ്ദത പാലിച്ചിരുന്നെങ്കിൽ കൂടെ നിങ്ങൾ അനുഗ്രഹമായി മാറിയനെ. അപ്പം അയാൾ പറയാണ്, മിണ്ടാതെ നടന്ന വീണ്ടും തലേ കയറും, മിണ്ടാതെ നടന്നാൽ വീണ്ടും തലേ കയറും. ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരുവചനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞു, തീർച്ചയായും ഉണ്ട്. അതുകൊണ്ടല്ലേ ഈ 3-4 ദിവസം കഷ്ടപ്പെട്ട് ദൈവവചനത്തിൻ്റെ മുന്നിലേക്ക് വന്നത്. അയാളോട് പറഞ്ഞു, തിരുവചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വചനം അനുസരിക്കാൻ തയ്യാറാവണം. നിങ്ങൾ കൃത്യമായൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ ദാവീദിന്റെ അഭിഷേകം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. തിരുവചന ഭാഗം പരിശോധിക്കുമ്പോൾ സാമുവേൽ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, ജസ്സയുടെ കുടുംബത്തിൽ നിന്ന് ഒരുവനെ ഞാൻ രാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്നു. കുഴലിൽ തൈലം തറച്ച് പുറപ്പെടുക. പ്രവാചകൻ ജസ്സയുടെ ഭവനത്തിൽ ചെന്ന് പറഞ്ഞു, നിന്റെ മക്കളിൽ ഒരുവൻ രാജാവാണ്, ബലിയർപ്പണം നടത്താൻ പോവുകയാണ്, മക്കളെല്ലാം വിളിക്കുക. ഒരു കുടുംബത്തിൽ പ്രവാചകൻ കയറുന്നു. കയറിയ പ്രവാചകൻ അവിടെ ബലിയർപ്പിക്കാൻ പോകുന്നു. ജസ്സെ തൻ്റെ 7 മക്കളെയും വിളിച്ചു നിർത്തി. 7 പേരും ഒന്നിനൊന്ന് മെച്ചം. പ്രവാചകൻ ഇവരെ കണ്ടപ്പോൾ തന്നെ ആദ്യം വലിയ സന്തോഷത്തിലാണ്. കാരണം ഒരെണ്ണം രാജാവാണെന്നുള്ള ഉറപ്പാണ്. കാരണം 7ഉം ഒന്നിനൊന്ന് മെച്ചം, ഒന്നും ഒഴിവാക്കപ്പെടാൻ പറ്റില്ല. 7 എണ്ണത്തിനെ നിരത്തി നിർത്തി. കൂടെ ജസ്സയിൽ നിന്നു അവരുടേതായ ബലിയർപ്പണങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഇതിൽ ആരും തന്നെ കർത്താവിന് തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. പ്രവാചകൻ വല്ലാതായി. പ്രവാചകൻ ജസ്സയോട് ചോദിക്കുകയാണ്, ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ജസ്സ പറയുന്നു, ഇനി ഒരെണ്ണം ഉണ്ട്. ആടിൻ്റെ പുറകെ പോയേക്കുക. ആടിൻ്റെ പുറകെ അവനെ വിളിക്കുക. ജസ്സ ആളെ അയക്കുകയാണ്. ആളയച്ചു. ആടിൻ്റെ പുറകെ നടക്കുന്നവൻ അറിയിപ്പ് കിട്ടുകയാണ്, വീട്ടിൽ പ്രവാചകൻ കയറി, ബലിയർപ്പണം നടക്കുന്നു, അവിടെ വലിയ വലിയ കാര്യങ്ങൾ നടക്കുകയാണ്, നിന്നെ വിളിച്ചു കൊണ്ടുവരാനാണ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ അവൻ ആ നിമിഷം പറയും, വലിയ വലിയ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവസാന മണിക്കൂറിൽ എന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്നു, ഇനി ഞാനല്ല നമ്മൾ പറയില്ലേ വേറൊരാൾ വരുമെന്ന്, നമ്മളൊക്കെ സ്ഥിരം പറയുന്ന വാക്കാണ്. അയാൾക്ക് വേണം അത് പറഞ്ഞിട്ട് അവൻ്റെ പാട്ടിന് പോകാമായിരുന്നു. പക്ഷേ ഈ മനുഷ്യനുണ്ടല്ലോ, പിതാവയച്ച ആളിൻ്റെ മുമ്പിൽ പിതാവിനെ ബഹുമാനിച്ചുകൊണ്ട് തൻ്റെ അവഗണന കണക്കിലെടുക്കാതെ ലവലേശം വെറുപ്പ് ഉള്ളിൽ സൂക്ഷിക്കാതെ ഇവൻ തിരിച്ചു ചെല്ലുകയാണ്. ഈ മനുഷ്യൻ ചെല്ലുമ്പോൾ പ്രവാചകൻ അതിയായ സന്തോഷമാണ്. അവിടെ വെച്ച് തന്നെ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ഒരു കാര്യം ഉറപ്പിച്ചോണം, ഈ ദാവീദ് എന്ന് പറയുന്ന വ്യക്തി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചോർത്ത് മനസ്സ് തകർന്ന് അല്ലെങ്കിൽ വെറുപ്പ് സൂക്ഷിച്ച് അവഗണനയെന്നൊക്കെ പറഞ്ഞ് വലിഞ്ഞു കയറി ചെന്നിരുന്നെങ്കിൽ, അവൻ്റെ ഉള്ളിൽ ലവലേശം വെറുപ്പുണ്ടായിരുന്നെങ്കിൽ, സൂക്ഷിച്ചോണം, അവൻ്റെ ഉള്ളിൽ ലവലേശം വെറുപ്പുണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തി ഒരു കാരണവശാലും അഭിഷേകത്തിൻ്റെ അവകാശി ആവില്ല. അഭിഷേകത്തിൻ്റെ അവകാശി ആവില്ല. ഈ മനുഷ്യൻ താറുമാറായിപ്പോ. അവിടെ വെച്ച് തന്നെ ദൈവം തൻ്റെ തീരുമാനം പിൻവലിക്കും. സാവൂളിനെ രാജാവാക്കിയതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം അവിടെ വെച്ച് തന്നെ പ്രവാചകനോട് പറഞ്ഞേനെ, ഇവനെ വിളിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞേനെ. പക്ഷെ വെറുപ്പില്ലാത്തത് കൊണ്ട്, പിതാവിനെ ബഹുമാനിച്ചത് കൊണ്ട് ആ ക്ഷണം ഈ വ്യക്തി രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നു. വചനം പറയുന്നു, അപ്പോൾ മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൽ ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി. വെറുപ്പില്ലാതെ പിതാവിനെ ബഹുമാനിച്ചത് കൊണ്ട് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകം അങ്ങ് പ്രവർത്തിക്കുകയാണ്. വിദ്വേഷം വെക്കാതെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി അഭിഷേകത്തിന് ആമേൻ പറഞ്ഞവൻ, പിതാവിനെ ബഹുമാനിച്ചവൻ. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 3:8, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. പിതാവിൻ്റെ അനുഗ്രഹം. ഗോലിയാത്ത് വീണത് സാധാരണ ഒരു മനുഷ്യന്റെ മുമ്പിലൊന്നുമല്ല. പിതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ബലം പ്രാപിച്ചവന്റെ മുമ്പിൽ ഗോലിയാത്തിന്റെ ബലമൊന്നും ഒരു ബലമല്ല. ദാവീദ് ബലം പ്രാപിച്ചത് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ വ്യായാമം ചെയ്തിട്ടൊന്നുമല്ല. പിതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ബലം പ്രാപിച്ചവൻ. അവൻ്റെ മുമ്പിൽ ആ നാടിനെയൊക്കെ കിടുകിട വിറപ്പിച്ച് മുന്നിൽ നിന്ന ഗോലിയാത്ത് പോലും നിസാരം ഒരു കല്ലുകൊണ്ട് വീണു. കാരണം ഇത്രയും ബലവാനായവൻ്റെ കയ്യിൽ കിട്ടുന്ന ഒരു ചെറിയ കല്ല് പോലും എതിരാളിയുടെ തല തകർക്കുന്നതാണ്. പിതാവിൻ്റെ അനുഗ്രഹമുള്ളവൻ അവൻ എവിടെ ചെന്നാലും അവൻ്റെ കയ്യിൽ കിട്ടുന്നത് അവൻ്റെ ശക്തമായ അനുഗ്രഹത്തിൻ്റെ താക്കോലാക്കി ദൈവം മാറ്റും. ഒരു കാര്യം ഉറപ്പിച്ചോണം, പിതാവിൻ്റെ അനുഗ്രഹം ഇത് ചെറിയ കാര്യമല്ല. ഇത് ദാവീദ് കൈവശപ്പെടുത്തിയപ്പോൾ തൊട്ടാണ് പിന്നെ ദാവീദിന്റെ ചുവടുവയ്പിൽ ദൈവം അതിശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ശക്തമായ മുന്നറിയിപ്പ് തരികയാണ്. ദാവീദ് ബലവാനായത് നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരൊറ്റ അനുഗ്രഹത്തിലാണ്. ഈ ഒരൊറ്റ അനുഗ്രഹം തുടങ്ങി അങ്ങ് ഇറങ്ങിയിട്ട് പിന്നീട് ദാവീദിനെ പിടിച്ചാൽ കിട്ടാത്ത പോലെ പോവുകയാണ്. ഇതേ ദാവീദിന്റെ തന്നെ പുത്രനൊരുത്തനുണ്ട്, അബ്സലോം. ദാവീദ് രാജാവായി സമൃദ്ധമായി നന്നായി മുന്നോട്ട് പോകുന്നു, ദൈവിക സമൃദ്ധിയിൽ വ്യാപരിക്കുന്നു. ദാവീദിന്റെ മക്കളിൽ ഒരുവനാണല്ലോ അബ്സലോം. അബ്സലോം ഇടക്കാലത്ത് വെച്ച് അപ്പനെതിരെ അധികാരത്തിനൊരു വടംവലി നടത്തി.
അതിന് കുറെ ആൾക്കാരെ അവൻ പിടിച്ചുകൂട്ടി. എന്നിട്ട് അപ്പനെ കൊല്ലാൻ ഓടിച്ചിട്ട് ദാവീദ് ജീവനും കൊണ്ടോടി. ഒരു ഗോലിയാത്തിനെ വീഴ്ത്തിയവൻ സ്വന്തം പുത്രന്റെ വാളിന്റെ മുന്നിൽ നിന്ന് പരക്കം പായുന്ന നാട്ടുകാരുടെ മുന്നിൽ ഇതിൽ പരം ഒരു അപമാനം വേറെ എന്തുണ്ട്? ഈ ഓട്ടം അങ്ങ് ഓടുകയാണ്. അബ്സലോം ഉള്ളിൽ ഊറി ചിരിച്ചു കാണും. അബ്സലോമിന്റെ കൂടെയുള്ളവരും ചിരിച്ചു കാണും. ദാവീദ് പരക്കം പാഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് ദാവീദ് തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്. അപ്പനെ ഓടിച്ചിട്ടവൻ അവൻ പിന്നീട് അവൻ ഒരു കഴുതയുടെ പുറത്ത് കയറി ഓടിച്ചു പോകുമ്പോൾ അവൻ്റെ മുടി ഒരു മരക്കൊമ്പിൽ ഉടക്കി അവൻ തൂങ്ങിക്കിടക്കുമ്പോൾ ഇവൻ്റെ ശത്രുക്കൾ വന്ന് അവൻ്റെ നെഞ്ചിൽ 3 കുന്തം കുത്തി ഇറക്കി. എന്നിട്ടും അവൻ മരിച്ചില്ല. അവരെല്ലാം കൂടെ അവനെ വലിച്ചു താഴെ ഇട്ടിട്ട് 10 പേര് ചേർന്ന് അവനെ തല്ലിക്കൊന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നേ. ഒരു മൃഗത്തെ കൊല്ലുന്നത് പോലെ. ഓർക്കണം, പിതാവിൻ്റെ അനുഗ്രഹമുള്ള ദാവീദ് ഗോലിയാത്തിനെ വലിച്ചു കീറിക്കളഞ്ഞു, അവൻ്റെ തലവെട്ടിയെടുത്ത് കളഞ്ഞു. എന്നാൽ പിതാവിൻ്റെ അനുഗ്രഹം പോയ ദാവീദിന്റെ പുത്രൻ അബ്സലോം വെറും 10 പേരുടെ കൈ കൊണ്ട് ഒരു മൃഗത്തെ എന്ന പോലെ വധിക്കപ്പെടുന്നു. അനുഗ്രഹം പോയവന്റെ ദുരന്തമാ കാണുന്നേ. പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹത്തിന്റെ വഴിയൊരുക്കി വെച്ചിരിക്കുകയാണ് തിരുവചനത്തിലൂടെ. മാതാപിതാക്കളോടുള്ള സമീപനത്തിൽ എവിടെയെങ്കിലുമൊക്കെ പാളിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം, അത് നിന്റെ ജീവിതത്തിൽ നല്ലതിനല്ല. നിന്നേക്കാൾ നിസാരനായവന്റെ കൈ കൊണ്ട് നീ ഒടുങ്ങും. ഇത് ചെറിയ കാര്യമല്ല. നീ നിസാരമെന്ന് കരുതുന്ന സാഹചര്യം നിന്നെ വിഴുങ്ങിക്കളയും. നിനക്കൊരു പോറൽ പോലും പറ്റില്ലെന്ന് പറഞ്ഞ് നീ അഭിമാനത്തോടെ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ ചൂടുവയ്ക്കുന്നിടം നിന്നെ തകർത്തെറിഞ്ഞു കളയും. ഇത് വചനത്തിന്റെ മുന്നറിയിപ്പാണ്. ഇത് തിരുവചനത്തിന്റെ മുന്നറിയിപ്പാണ്. പ്രിയപ്പെട്ടവരെ, ശക്തമായി കർത്താവ് മുന്നറിയിപ്പ് തരികയാണ്. ചില മനുഷ്യരുണ്ട്, അവര് ഈ അബ്സലോമിന്റെ പോലെ. അബ്സലോം അപ്പന്റെ അവകാശം പിടിച്ചു പറിക്കാൻ ഓടിച്ചിട്ടതാ. ചില മനുഷ്യര് അവന്റെ അവകാശമാണെന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കളെയൊക്കെ ഒതുക്കി തകർത്ത് അവരെ ഒരു മൂലക്കിരുത്തി അവൻ പിടിച്ചു പറിച്ചിട്ട് രാജാവായിട്ടൊക്കെ അങ്ങ് വ്യാപരിക്കും. ഏതാനും നാളെ കാണും. അത് കഴിയുമ്പോൾ ഇവൻ നിൽക്കുന്നിടത്ത് തന്നെ ഇവനെ വീഴ്ത്താനുള്ള കുഴി കുത്തി വെച്ചിരിക്കും ദൈവം. ഇത് വചനത്തിൽ കിടക്കുന്ന കാര്യമാണ്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരെ മനസ്സിൽ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ആര് പരിഹാരം ചെയ്യും? ജീവിതാന്ത്യത്തെ ഓർത്ത് കൽപ്പനകൾ പാലിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇത് വലിയ കുഴപ്പം പിടിച്ച കേസാ. അടുത്ത കാലത്ത് മക്കളില്ലാതെ ഒരു മനുഷ്യൻ കയറി വന്നു. മക്കളില്ല. ഇയാള് പറയുന്നു ഞങ്ങൾക്ക് 2 പേർക്കും കുഴപ്പമൊന്നുമില്ല. വൈദ്യശാസ്ത്രം പറയുന്നു ഞങ്ങളുടെ ഭാഗത്തൊരു പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ പുറകിൽ വേറെന്തോ ആണ്. എല്ലാ വഴി അടയുമ്പോഴാണല്ലോ ദൈവത്തിലേക്ക് തിരിയുന്നത്. പ്രാർത്ഥിക്കാൻ വന്നിട്ട് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ആത്മാവ് ഇവരുടെ കാര്യത്തിൽ ശക്തമായിട്ട് ഇടപെട്ട് ഒരു വചനം തന്നു. സങ്കീർത്തനം 128 വചനം ഇങ്ങനെ പറയുകയാണ്, മക്കളുടെ മക്കളെ കാണാൻ ഇടവരട്ടെ. ഇതാ വചനം കിട്ടിയേ. മക്കളുടെ മക്കളെ കാണാൻ ഇടവരട്ടെ. ഇതാ വചനം കിട്ടിയേ. അന്തം വിട്ട് നിൽക്കുക ഇവരെ. ഇവിടെ ഒരെണ്ണം കിട്ടിയിട്ടില്ല, അപ്പോഴേ ഇനി മക്കളുടെ മക്കളെ എന്നും പറഞ്ഞ് അവർ നിൽക്കണേ. ഞാൻ പറഞ്ഞു, മക്കളുടെ മക്കളെ കാണാൻ ഇടവരട്ടെ. നിങ്ങൾ മുന്നോട്ട് നോക്കാതെ പിന്നോട്ടൊന്ന് നോക്കാൻ പറഞ്ഞു. ഈ വചനം വെച്ച് മുന്നോട്ട് മാത്രം നോക്കിയാൽ പോരാ, ഇടക്കൊന്ന് പുറകോട്ടും കൂടെ നോക്കണം. പുറകോട്ട് നോക്കുമ്പോൾ കുടുംബത്തിൽ പ്രായമുള്ളവർ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇവർ പറഞ്ഞു അപ്പനുണ്ട്. അപ്പൻ എങ്ങനെ ആള്? അത് ശരിയാകാൻ പോണില്ല, വലിയ ശല്യമാന്നേ. ഇവർ പറയാണ്, 1 മാസം എൻ്റെ അടുത്ത് നിൽക്കും, പിന്നെ 1 മാസം ചേട്ടൻ്റെ അടുത്ത് നിർത്തും, പിന്നെ 1 മാസം പെങ്ങടെ വീട്ടിൽ കൊണ്ടിടും. ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരാളും അടുപ്പിക്കുന്നില്ല. ഇവരിങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുക. ചില സമയത്തൊക്കെ ആ പിതാവ് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയണേ, എല്ലാം സമ്പാദിച്ചു കൊടുത്തിട്ട് ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ അപമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു മക്കളുടെ മക്കളെ കാണാൻ ഇടവരട്ടെ. ഞാൻ പറഞ്ഞു, നിന്റെ അപ്പന് നിന്റെ കുട്ടീനെ കാണാനുള്ളൊരു അനുഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ നീ അദ്ദേഹത്തിന്റെ മകനാണെങ്കിൽ മക്കളുടെ മക്കളെ കാണാൻ, 3ാം തലമുറയെ കാണാൻ അനുഗ്രഹം അങ്ങേരിലായിരിക്കണേ. അതുകൊണ്ട് ആ മനുഷ്യനെ നീ എപ്പോ ആദരിക്കാൻ തുടങ്ങുന്നോ അപ്പൊ നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് വെച്ച് തരും. ഈ മനുഷ്യൻ പറഞ്ഞു, പരീക്ഷിക്കുകയാണെന്ന് വെച്ചു. പരീക്ഷണമല്ല, വചനത്തിന്റെ വെളിപ്പെടുത്തൽ. നീ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ഇത് ഇപ്പൊ അനുസരിക്കാൻ തയ്യാറാവണം. ഈ മനുഷ്യൻ പറഞ്ഞു, ഇച്ചിരി പാടാണ്. ഞാൻ പറഞ്ഞു, വലിയ ബുദ്ധിമുട്ടാ. ഒരു ദാവീദിന്റെ കാര്യം പറഞ്ഞു കൊടുത്തു. അവൻ പിന്നെ താഴോട്ട് പോയിട്ടില്ല, മേലോട്ട് കയറിയാ പോന്നേ. വേണമെന്നുണ്ടെങ്കിൽ അനുഗ്രഹം കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ഇത് കേട്ട് നിന്റെ വഴിക്ക് പോകാം. എന്ത് വേണം? ജീവനും മരണവും മുന്നിൽ വെച്ചോണ്ട് ഇഷ്ടമുള്ള എടുക്കാന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി പിതാവിനെ അങ്ങ് ആദരിക്കാൻ തുടങ്ങി. ഇവന്റെ ഭാര്യയും അതിന് തയ്യാറായി. പ്രിയപ്പെട്ടവരെ,
ഈ വചനത്തിന്റെ പൂർത്തീകരണം ആ വീട്ടിൽ സംഭവിക്കുകയാണ്. മക്കളുടെ മക്കളെ കാണാൻ ഇടവരട്ടെ. ആ പിതാവിന് ഇവന്റെ മകനെ കാണാനുള്ള അനുഗ്രഹം ദൈവം കൊടുത്തു. ഒരൊറ്റ വിരോധ മുന്നിൽ നിന്ന് ഒരു ചെറിയ വൈരാഗ്യ ബുദ്ധി ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ചില മനുഷ്യരങ്ങനെ അവർ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കും. വിദ്വേഷം പഴയകാല കുടുംബങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ഭക്ഷണം വീട്ടിലുണ്ടാക്കിയാൽ ആദ്യം കൊണ്ടുപോയി കൊടുക്കുന്നത് പ്രായമായ അപ്പാപ്പനാ. പ്രായമായ അപ്പാപ്പന് കൊടുക്കും. ഇത്തിരി നേരത്തെ കൊടുക്കും പുള്ളിക്ക് ഭക്ഷണം. അപ്പോൾ ഒരാൾ ഇന്നാൾ ചോദിച്ചു, അത് നേരത്തെ കൊടുക്കണ സ്നേഹം കൊണ്ടൊന്നുമല്ല, ഭക്ഷണത്തിൽ വല്ല വിഷമുണ്ടെങ്കിൽ അങ്ങനെ ഏതായാലും പോകാതിരിക്കുകയല്ലേ, അല്ല പിന്നെ പുള്ളിക്ക് ടെസ്റ്റ് അടിക്കാനാ, അതൊന്നുമല്ല. അവരത് ബഹുമാനിച്ചു കൊടുക്കുക. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ യാക്കോബ് ഏസാവൊക്കെ പ്രായമായ പിതാവിന് ഭക്ഷണം കൊടുത്തപ്പോഴാണ് അനുഗ്രഹം കൊണ്ട് ചാടിപ്പോന്നേ. ഇത് വേറൊരു കാര്യമാണ്. അത് സ്നേഹത്തോടെ കൊടുക്കാൻ വേണം. തന്ത്രപരമായ അനുഗ്രഹം കൊണ്ട് പോയവൻ വിവരറിയും. തന്ത്രപരമായ അനുഗ്രഹം കൊണ്ട് പോണവൻ വിവരറിയും. പ്രിയപ്പെട്ടവരെ, ഇത് ശക്തമായ മുന്നറിയിപ്പാണ്. ചില മനുഷ്യരുണ്ട്, അവർ അവകാശത്തിന് വേണ്ടി അഭിനയിക്കും. അവകാശത്തിന് വേണ്ടി അങ്ങനെ അഭിനയിക്കുന്നവരുടെ കുഴപ്പം എന്താണെന്നറിയാമോ? കിട്ടുന്നതിന് പകരം വേറൊരു തിരിച്ചടി ഉറപ്പിച്ചു വെക്കും ദൈവം. ഞാൻ കണ്ടതാ വർഷങ്ങൾക്ക് മുൻപ് ഒരു കുടുംബത്തില് 2 കിഡ്നിയും തകരാറായി പോയൊരു മകള്. അവൾ തീരെ ചെറിയ പെണ്ണാണ്, 2 കുട്ടികളുമുണ്ട്. ഇത് മരണത്തിലേക്ക് പോകുമെന്നാണ് വൈദ്യശാസ്ത്രം വിധി എഴുതിയത്. അന്ന് ആ വീട്ടിലെ പ്രായമായ അപ്പൻ, ഇവരുടെ അപ്പാപ്പൻ, ആ മനുഷ്യൻ പോലും നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എൻ്റെ മകൻ്റെ ഭാര്യയ്ക്കൊന്നും വരുത്തല്ലേ. അവൾ ആ കുടുംബം നോക്കുന്നേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. ആ പിതാവിൻ്റെ ഒക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ മകളുടെ ആരോഗ്യം ദൈവം അനുഗ്രഹിച്ചു. അവളുടെ രോഗം മാറിപ്പോയി, അവൾ സൗഖ്യം പ്രാപിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം സമ്പന്നതയായപ്പോൾ പിതാവ് പ്രായമായല്ലോ, ഇവരെ സംബന്ധിച്ചിട്ട് ഇതൊരു ബാധ്യതയാണ്. ഈ ബാധ്യത ഇവരങ്ങ് തള്ളിപ്പറയാൻ തുടങ്ങി. ഈ തള്ളിപ്പറച്ചില്ല അനന്തര ഫലം എന്തെന്നറിയാവോ? ഇവർ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് തന്നെ ഇവരെ അങ്ങ് അടിച്ച് തകർത്ത് കളഞ്ഞു. ഇവർ വിജയിക്കുമെന്ന് കരുതിയത് ഇവരെ തകർത്ത് കളഞ്ഞു. എല്ലാം പോയി. ഒരു കാലത്ത് അനുഗ്രഹം പിതാവിൻ്റെ നിലനിന്നപ്പോൾ ഇവരെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാൻ കടന്നു വന്ന രോഗപീഠയെ ദൈവം നിസാരമാക്കി മാറ്റി. എന്നാൽ ഈ അനുഗ്രഹം പോയതിനു ശേഷമുള്ള ഇവരുടെ ചുവടുവയ്പ് അത് വലിയ കുഴപ്പത്തിൽ ചെന്ന് അവസാനിക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കണ്ടൊരു കാര്യമുണ്ട്. ഒരു വീട്ടിലെ ഒരു വല്യമ്മച്ചിയുണ്ട്, പ്രായമായ അമ്മാമ്മ. അവിടെ കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള പിള്ളേരെയൊക്കെ ഇവർ ഓടിക്കും. അപ്പം ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ട് ഈ അമ്മാമ്മ ഒരു ശല്യമാണ്. കാരണം 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലമല്ലേ, ഈ അമ്മാമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ. ഞങ്ങൾ അങ്ങനെ ഇവരുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയാണ് പലപ്പോഴും അവിടെ കളിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു സംഭവം, ആ വീട്ടിലേക്ക് വേറൊരു അമ്മാമ്മയും കൂടെ കൊണ്ടുവരികയാണ്. അതെങ്ങനെയെന്നറിയോ? ആദ്യം അവിടെ ഉള്ളത് ആ വീട്ടുകാരൻ്റെ അമ്മയാണ്. രണ്ടാമത് കൊണ്ടുവന്നത് അയാളുടെ ഭാര്യയുടെ അമ്മ. അതുകൊണ്ടുവരാനൊരു കാരണമുണ്ട്. മക്കളൊക്കെ അവകാശം പങ്കുവെച്ചപ്പോൾ മിച്ചം വന്നതാ. സ്വത്തും പറമ്പും ഒക്കെ അങ്ങോട്ട് ഭാഗിച്ച് എല്ലാവരും എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി നിൽക്കുന്ന ഒരെണ്ണമുണ്ട്, അത് അമ്മാമ്മയാ. അമ്മേനെ അവർക്ക് ആർക്കും എടുക്കാൻ ബുദ്ധിമുട്ടാ. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, ഇങ്ങോട്ട് വന്നേക്കെന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും വിചാരിച്ചു ഇവന് വട്ടാന്നാ വിചാരിച്ചേ. കാരണം ഇത്രയും ബുദ്ധിമോശം ആരെങ്കിലും കാണിക്കുമോ? ഇതിനെന്തിനു കൊള്ളാമെന്ന് അവരങ്ങനെ കൂട്ടിയേ. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഒരെണ്ണത്തിനെ കൊണ്ട് തന്നെ ആ പ്രദേശത്ത് കളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ചേട്ടൻ 2 എണ്ണത്തിനെയും കൊണ്ടുവന്നേക്കുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് എനിക്കത് മനസ്സിലായില്ല. തിരുവചനത്തേക്കുള്ളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ എനിക്കിതിൻ്റെ ഒരു അനുഗ്രഹം മനസ്സിലായി. ഈ 2 പേർ ആ വീട്ടിലങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അവിടെ അനുഗ്രഹത്തിൻ്റെ ലെവല് മാറാൻ തുടങ്ങി. വാഗ്ദാന പേടകം ദാവീദ് ഓബേദ് എദോമിന്റെ ഭവനത്തിൽ കൊണ്ടുപോയി വെച്ചതുപോലെ ഈ 2 വാഗ്ദാന പേടകം കയറിയ വീട് പോലെയായി. മക്കളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു. മക്കളുടെ മക്കൾ കണ്ടോ? വിദ്വേഷം വെച്ചുകൊണ്ട് ഇവരെ പുറന്തള്ളിക്കളഞ്ഞവരൊക്കെ പരാജയത്തിലാ പോയേ. അത്ഭുതം തോന്നി എനിക്ക് വചനത്തിന്റെ ശക്തിയിൽ. ആ ചേട്ടന് സത്യത്തിൽ വചനം അറിയില്ലായിരുന്നു. പക്ഷെ ഒന്ന് മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, മാതാപിതാക്കൾ പ്രായമായ നമ്മൾ വേണം നോക്കാൻ. അത്രേ അറിയുള്ളൂ അദ്ദേഹത്തിന്. വേദപുസ്തകത്തെക്കുറിച്ചൊന്നും വലിയ പരിജ്ഞാനമൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷെ അദ്ദേഹം അവരോട് കരുണ കാണിച്ചു. വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കാതെ കരുണ കാണിച്ച് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. അത് വലിയൊരു പ്രവൃത്തിയാ, അത് വലിയൊരു അനുഗ്രഹ. അങ്ങോട്ട് കൊണ്ടുവന്നു. അത് അത്ഭുതകരമായി ദൈവം അങ്ങ് ഇടപെടുകയാണ്. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, ചില അനുഗ്രഹങ്ങൾ തടസ്സപ്പെട്ട് കിടപ്പുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില വലിയ തടസ്സങ്ങളുടെ
കാര്യകാരണക്കാർ അവരും വരുമൊന്നുമല്ല, നമ്മൾ തന്നെയാ. ചികിത്സ ഫലിക്കാതെ വന്നൊരു മനുഷ്യൻ, ചികിത്സ ഫലിക്കുന്നില്ല. അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തെല്ലാം ചികിത്സിച്ചിട്ടും ചികിത്സ ഫലിക്കുന്നില്ല, രോഗം മാറുന്നില്ല. വൈദ്യശാസ്ത്രം പറയുന്നത് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നാ പറയണേ. ഇയാൾ വിഷമിച്ചോണ്ടി വരിക. ഇയാൾ വന്ന് കർത്താവിൻ്റെ അഭിഷിക്തന്റെ മുമ്പിൽ മുട്ടുകുത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി മാതാപിതാ ബഹുമാനത്തെക്കുറിച്ച്. ചോദിച്ചു വന്നപ്പോൾ എന്താ കുഴപ്പമെന്നറിയോ? പ്രായമായ അമ്മ വീട്ടിലുണ്ടായിരുന്ന കാലത്ത് അവർ വേദന കൊണ്ടൊക്കെ നിലവിളിക്കുമ്പോൾ ഇയാൾ പലപ്പോഴും അവരുടെ ചികിത്സ നിഷേധിച്ചിട്ടുണ്ട്. വയസ്സും പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാലേ ഇതൊക്കെ ഉള്ളതാ. അതുകൊണ്ട് അധികം ഒന്നും നോക്കണ്ട, ഇതൊക്കെ മതി. ആവശ്യത്തിന് കിട്ടുന്ന കഞ്ഞിയും വെള്ളം കുടിച്ച് എവിടെയെങ്കിലും ഇരുന്നാൽ മതി. അങ്ങോട്ട് തട്ടിവിടുക. ഭയപ്പെട്ടിട്ട് ഈ അമ്മച്ചി അന്നും വേണ്ടിയിട്ടില്ല. അവരുടെ പല ചികിത്സകളും ഇയാൾ നിഷേധിച്ചിട്ടുണ്ട്. അളക്കുന്ന അളവ് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അത് വയസ്സാം കാലത്താണ് നിഷേധിച്ചതെങ്കിൽ ഇത് നല്ല പ്രായത്തിൽ പൂട്ടിക്കെട്ടുകയാണ്. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ ഉറപ്പിച്ചോണം, ചില ചികിത്സാ വിധികൾ വരെ നിനക്ക് ഫലിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇതാ. ചില കാര്യങ്ങൾ അങ്ങനെ. വചനത്തെ നിസാരമായി കാണരുത്. തീർന്നു എന്ന് കരുതുന്നിടത്ത് അത്ഭുതം പ്രവർത്തിക്കാൻ മാതാപിതാ ബഹുമാനത്തിനാവും. റൂത്തിന്റെ പുസ്തകം പരിശോധിച്ചറിയാൻ പറ്റും. നവോമിയുടെ 2 മക്കളും ക്ഷാമത്തിൽ മരിച്ചു. 2 മരുമക്കളോടും അവർ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പൊക്കൊള്ളുക, നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. പക്ഷേ ഒരുവൾ പോയി, റൂത്ത് പോയില്ല. റൂത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അമ്മായി അത്ര സ്നേഹിച്ചു വന്നതുകൊണ്ട്, ആദരിച്ചു വന്നതുകൊണ്ട് ദൈവം അവൾക്കൊരു ജീവിതം കൊടുത്തു, അടുത്ത തലമുറയെയും കൊടുത്തു. ഇത് വചനത്തിൻ്റെ അനുഗ്രഹമാണ്. ഇതുപോലൊരു കുടുംബത്തിലേക്ക് എന്നെ അയച്ചല്ലോ, എൻ്റെ ഗതി ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞ് അന്നവള് സാഹചര്യങ്ങളെയൊക്കെ ശപിച്ച് വെറുത്ത് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എങ്ങത്തില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ, തോബിയാസ് പിശാചിൻ്റെ ഇടപെടുന്ന രക്ഷപ്പെട്ടതിൻ്റെ ഒരു കാരണം തോബിത്തിൻ്റെ അനുഗ്രഹമാണ്. 7 പേരുടെ കാര്യത്തിൽ വിജയിച്ച പിശാച് തോബിയാസിൻ്റെ കാര്യത്തിൽ തോറ്റുപോയി. ജോസഫ് അടിമത്തത്തിൻ്റെ നുഖത്തിൻ്റെ കീഴിൽ പോകാതിരുന്നത് പിതാവിൻ്റെ അനുഗ്രഹമാണ്. കണ്ണുകളടച്ച് കരം കൂപ്പി പിടിച്ച് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തണം. മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? തോബിയാസ് പൈശാചിക പീഡയിൽ നിന്ന് രക്ഷപ്പെട്ടത് പിതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ജോസഫ് അടിമത്തത്തിൻ്റെ നുഖത്തിൽ നിന്ന് പെടാതെ പോയതിൻ്റെ കാരണവും പിതാവിൻ്റെ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിലേക്ക്, അനുഗ്രഹത്തിൻ്റെ നീർച്ചാലിനരികെ നട്ട വൃക്ഷം പോലെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളാക്കി രൂപാന്തരപ്പെടുത്താൻ നമ്മെ വിളിച്ച ഈ മണിക്കൂറിനെ ഓർത്ത് നന്ദി പറയുന്നു. ഒപ്പം മനസ്സിൽ വെറുപ്പ്, വിദ്വേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മാതാപിതാക്കളോടൊക്കെ ഉണ്ടെങ്കിൽ, അത് ദൈവസന്നിധിയിൽ ഇപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനുള്ള ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.